കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൂച്ചകളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഫെലൈൻ പാർവോ രോഗബാധ. നായകളെ പോലെ തന്നെ പൂച്ചകളെ ബാധിക്കുന്ന വൈറസ് രോഗമാണിത്. എന്നാൽ നായ്ക്കളിൽ പാർവോ രോഗം ഉണ്ടാക്കുന്ന വൈറസ് അല്ല പൂച്ചകളിൽ രോഗമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നായയിൽ നിന്നും പൂച്ചയിലേക്കോ പൂച്ചയിൽ നിന്നും നായയിലേക്കോ ഈ രോഗം പകരില്ല. ഈ വൈറസ് മനുഷ്യനെയും ബാധിക്കുകയില്ല. വീട്ടിൽ ഒരു പൂച്ചയ്ക്ക് രോഗം മാറിയാലും മറ്റുള്ളവയ്ക്കും രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. പൂച്ചക്കുഞ്ഞുങ്ങളെയാണ് ഈ രോഗം കൂടുതലായി ബാധിക്കുക. എങ്കിലും എല്ലാ പ്രായത്തിലുമുള്ള പൂച്ചകളെയും ഇത് ബാധിക്കാറുണ്ട്. രോഗമുള്ള പൂച്ചകളുടെ വിസർജ്യം, സ്രവങ്ങൾ എന്നിവയിലൂടെ വൈറസ് പുറന്തള്ളപ്പെടുകയും അത് ദീർഘനാൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയും ചെയ്യും. വയറിളക്കം, ഛർദി എന്നീ പ്രധാന ലക്ഷണങ്ങളോടൊപ്പം ആഹാരം കഴിക്കാൻ മടി കാണിക്കുക, പനി, മൂക്കൊലിപ്പ് എന്നിവയും ഉണ്ടാകും. ഛർദിയും വയറിളക്കവും ഉണ്ടാകുന്നത് മൂലം നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനാൽ മറ്റ് പാർശ്വാണു രോഗബാധയും ഉണ്ടാകും. രോഗലക്ഷണങ്ങളുള്ള പൂച്ചയെ മറ്റു പൂച്ചകളിൽ നിന്നും മാറ്റി പാർപ്പിക്കണം. രോഗമുള്ള പൂച്ച ഉപയോഗിച്ച പാത്രങ്ങളിൽ മറ്റു പൂച്ചകൾക്ക് ആഹാരം നൽകരുത്. കൂടും പരിസരവും ബ്ലീച്ചിംഗ് പൗഡർ ലായനി ഉപയോഗിച്ച് വൃത്തിയാക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ്. ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് സാധാരണ ഈ അസുഖത്തിന് നൽകുന്നത്. ഇതൊരു വൈറസ് രോഗമായതിനാൽ പ്രതിരോധ കുത്തിവയ്പ് തന്നെയാണ് രോഗം പിടിപെടാതിരിക്കാനുള്ള സുരക്ഷിതമായ മാർഗവും. പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് 8 മുതൽ 10 ആഴ്ച പ്രായമാകുമ്പോൾ ഫെലൈൻ പാൻ ലൂക്കോപീനിയക്ക് എതിരെയുള്ള ആദ്യ ഡോസ് വാക്സിൻ നൽകണം. അതിനുശേഷം 3-4 ആഴ്ചകൾക്ക് ശേഷം ബൂസ്റ്റർ ഡോസ് നൽകണം. പിന്നീട് എല്ലാ വർഷവും പ്രതിരോധ കുത്തിവയ്പ് ആവർത്തിക്കേണ്ടതാണ്. വാക്സിനേഷൻ ഒരാഴ്ച മുമ്പ് വിരമരുന്ന് നൽകുവാനും പൂച്ച നല്ല ആരോഗ്യസ്ഥിതിയിലാണെന്ന് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വാക്സിൻ കാര്യശേഷിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും.